1980കളിൽ ജനിച്ചവരെ കുറിച്ചുള്ളതാണ് ഈ കഥ. അന്നത്തെ സ്കൂൾ ദിനങ്ങൾ, സംഭവങ്ങൾ അവ രസകരമായി അവതരിപ്പിക്കുകയാണ്. ദയവായി ഒന്നോർക്കുക, ഇതെന്റെ അനുഭവങ്ങളല്ല, വെറും ഭാവന. പണ്ടേക്കും പണ്ട്, അതായത് ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നടന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അന്ന് എനിക്ക് പ്രായം 12, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അന്ന് ഞാൻ ഇന്ന് കാണുന്ന അത്രയൊന്നുമില്ല, തീരെ ചെറുതാണ്, മെലിഞ്ഞുണങ്ങിയ ഒരു രൂപം. മനുഷ്യനെന്നൊന്നും പറയാൻ പറ്റില്ല, വരയ്ക്കാൻ അറിയാത്തവൻ വരച്ച ഒരു മനുഷ്യരൂപം പോലെ വികൃതം. ഒരു കൊതുകിന്റെ അത്രയേ ഉള്ളൂ, പാവം. അന്ന് ഞങ്ങളുടെ പ്രായക്കാർക്ക് പ്രേമം എന്താണെന്നൊക്കെ അറിയാം, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ പ്രേമം എന്ന് പറയാൻ തന്നെ വലിയ പേടിയായിരുന്നു. പ്രേമം അരുതാത്ത എന്തോ, വളരെ വൃത്തികെട്ട എന്തോ ആണെന്നായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങളുടെ പ്രായത്തിലുള്ള ഏറ്റവും വകതിരിവ് കെട്ടവൻ അന്ന് ചെയ്തിരുന്ന ഏറ്റവും വലിയ ഖറാമ്പറപ്പ് എന്ന് പറയുന്നത് രഹസ്യമായി ചുമരിലും ബ്ലാക്ക് ബോർഡിലും ലവ് ലെറ്റർ വരച്ചു വയ്ക്കുക എന്നതായിരുന്നു. അത് വരച്ച വിദ്വാൻ പേടിച്ച് പനി പിടിച്ച് കിടക്കും ഒരാഴ്ച. ആ കാലത്തിങ്കൽ എനിക്കൊരു പ്രേമം എന്നൊന്നും വിളിക്കാൻ ഞാൻ ധൈര്യപ്പെടുന്നില്ല. ഒരിഷ്ടം, ഓപ്പോസിറ്റ് സെക്സ് അട്രാക്ഷൻ. ഒരു കാര്യം പറയട്ടെ, സെക്സ് എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കുന്നവർ അന്ന് ബോധം കിട്ടു വീഴുമായിരുന്നു. പൂവർ ഗ്രാമീൺസ്. പ്രേമം എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അവളെ കാണുമ്പോൾ എന്തോ ഒരു തരിപ്പ്, സംസാരിച്ചിരിക്കുന്നത് കണ്ടിരിക്കാൻ ഒരു കൗതുകം, പുറകെ മണം പിടിച്ച് നടക്കാൻ ഒരു ആവേശം. ഇതിനെ പ്രേമമെന്ന് വിളിക്കാമോ? 8Bയിലാണ് ആ മനോഹരാംഗി പഠിച്ചിരുന്നത്. അവളുടെ പുറകെ ഞാനന്ന് ഒരുപാട് നടന്നു. അവൾക്ക് സംഗതി എന്താണെന്ന് മനസ്സിലായില്ല. ഒരുത്തൻ പുറകെ മണപ്പിച്ച് നടക്കുന്നു, അത്രയും അവൾക്ക് മനസ്സിലായി. ട്യൂട്ടോറിയലിൽ ഞാനും അവളും ഒരുമിച്ചായിരുന്നു. ഞാൻ അവളെ ഇമ വെട്ടാതെ നോക്കിയിരിക്കും. കാമദേവന്റെ മലരമ്പ് ചറപറ തറയ്ക്കുമ്പോൾ ഇക്കിളി പൂണ്ട് ഇടയ്ക്കിടയ്ക്ക് അവളും നോക്കും. ഒരു ദിവസം ട്യൂട്ടോറിയൽ വെച്ച് ടെസ്റ്റ് പേപ്പർ നടക്കുമ്പോൾ ഞാൻ ധൃതിയിൽ എന്തോ എഴുതുന്നത് കണ്ട് അടുത്തിരുന്ന് അവൾ കെഞ്ചി. എനിക്കിവിടെ കാണിച്ചതാ, ഞാൻ ആരാമോൻ, ഞാൻ കാണിച്ചു കൊടുത്തു. ടെസ്റ്റ് പേപ്പറിന് എനിക്ക് 0 കിട്ടിയത്. അവൾക്ക് എത്ര കിട്ടിയോ എന്തോ. ആ സംഭവത്തോടെ അവൾക്ക് എന്നോട് അടുപ്പമായി. ഇടയ്ക്കിടയ്ക്ക് സംസാരമായി, കണ്ണറയിലായി, വീണ് കിടക്കുന്ന കണ്ണേറുകൾ വാരിയെടുക്കലായി, ഭയങ്കര രസമായി. ശനിയും ഞായറും വിരഹപീഡനങ്ങളായി, തിങ്കളാഴ്ചകൾ സ്വർഗ കവാടങ്ങളായി. അങ്ങനെ ഇരിക്കെ ഒരാശ, അവൾക്ക് മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യണം. എങ്ങനെ ഷൈൻ ചെയ്യും? സ്കൂൾ യുവജനോത്സവത്തിൽ ഒരു പാട്ട് പാടിയാലോ? പണ്ട് ഞാൻ നല്ലതുപോലെ പാടുമായിരുന്നു. വീട്ടിലിരുന്ന് റേഡിയോയിലൊക്കെ കേൾക്കും പോലെ അടുത്ത ഗാനം പാടുന്നത് യേസാസ് എന്നൊക്കെ പറഞ്ഞ് നന്നായി പാടി തകർക്കുമായിരുന്നു. ഒരു ദിവസം അബദ്ധവശാൽ ഞാൻ അച്ഛൻ കേൾക്കെ പാടി. അന്ന് എന്നെ അച്ഛൻ പൊതിരെ തല്ലി. എന്നിട്ട് പറഞ്ഞു, ഇനി നീ പാടാനായി വാ തുറന്നാൽ പല്ലടിച്ചു കൊഴിക്കും. അതോടെ പാടാനുള്ള ആത്മവിശ്വാസം എനിക്ക് നഷ്ടമായി. അഭിനയിക്കാൻ അറിഞ്ഞൂടാ, അതുകൊണ്ട് നാടകത്തിലും രക്ഷയില്ല. പിന്നെ സ്പോർട്സ്, ആരെയും ഓടിത്തോൽപ്പിക്കാനുള്ള ആരോഗ്യമില്ലായിരുന്നു. എനിക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയ ഒരവസരത്തിനായി ഞാൻ കാത്തിരുന്നു. കിട്ടി. ഓണാഘോഷത്തിന് സ്കൂളിൽ ബിസ്ക്കറ്റ് കടി മത്സരം. അതെ, എന്റെ തട്ടകം ഇത് തന്നെ. ഇതിൽ ഞാൻ അരങ്ങ് തകർക്കും. ഇതിൽ എനിക്ക് വലിയൊരു ഭാവിയുണ്ട്. ഈ മത്സരം എന്നെ ഉയർത്തും. ഭാവിയിൽ ഞാൻ ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കും. ബിസ്ക്കറ്റ് കടി ചാമ്പ്യൻ ഫ്രം ഇന്ത്യ. ഭാരത് മാതാ കി ജയ്. മത്സര ദിനം. ഞാൻ ആത്മവിശ്വാസത്തോടെ സ്കൂളിലെത്തി. ഇന്ന് ഞാൻ അവളുടെ മുന്നിൽ കേമനാകും. കേമൻ ഓഫ് ദി സ്കൂൾ. യെസ്, ഐ ക്യാൻ. അന്ന് 8ാം ക്ലാസ്സിലെ ആമ്പിള്ളാരൊക്കെ നിക്കർ ബോയ്സ് ആണ്. 10ാം ക്ലാസ്സിലെത്തിയാലേ പാൻറ് കിട്ടൂ. എന്റെ നിക്കറിന്റെ ബട്ടൺസ് പൊട്ടിപ്പോയിരിക്കുകയായിരുന്നു അന്ന്. അത് വകവയ്ക്കാതെ മുണ്ട് ഉടുക്കും പോലെ നിക്കറിന്റെ മുൻഭാഗത്തെ വള്ളി ഇടുപ്പിൽ മടക്കി കുത്തിയാണ് ഞാൻ മത്സരവേദിയിലെത്തിയത്. മുൻപിൽ അധ്യാപകർ, ആൺകുട്ടികൾ, പെൺകുട്ടികൾ, 10,000 പേർ, വലിയൊരു സദസ്സ്. അതിനിടയിൽ നിന്ന് ഞാൻ അവളെ തിരഞ്ഞു കണ്ടുപിടിച്ച് ഒരു പുഞ്ചിരി സമ്മാനിച്ചു. അവൾ തിരിച്ചു പുഞ്ചിരിച്ചില്ല. ആരെ നോക്കി പുഞ്ചിരിച്ചു എന്ന് അവൾക്ക് എങ്ങനെ അറിയാം, അല്ലേ? എന്നോടൊപ്പം 5-6 തടിമാടന്മാർ കൂടെയുണ്ട് മത്സരിക്കാൻ. വിട്ടു തരുവിലടാ തടിയന്മാരെ. മത്സരം ആരംഭിച്ചു. ഞാൻ ഉയർന്നു ചാടി ബിസ്ക്കറ്റ് കടിച്ചു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കുട്ടികൾ കരഘോഷം മുഴക്കി ആർത്ത് വിളിച്ചു പ്രോത്സാഹിപ്പിച്ചു. ഓരോ ചാട്ടം ചാടുമ്പോഴും ഓഫ് സൈഡിൽ വരുന്ന പന്തിൽ സ്ഥിരം ബാറ്റ് വെച്ച് പുറത്താകുന്ന വിരാട് കോഹ്ലിയെ പോലെ ഞാൻ ഇളിഫീനായി കൊണ്ടിരുന്നു. ദൈവമേ, ഇവിടെ ഞാൻ തോൽക്കുമോ? വാശിമൂത്ത് ഞാൻ കുതിച്ചു ചാടിക്കൊണ്ടിരിക്കെ ഇളിയിൽ കുത്തിവെച്ചിരുന്ന എന്റെ നിക്കർ താഴേക്ക് ഊരിപ്പോയി. മത്സരത്തിങ്കൽ നിക്കർ ഊരിപ്പോയ ലോകത്തിലെ ആദ്യത്തെ ബിസ്ക്കറ്റ് കടി താരം അതാണ് ഞാൻ. കാഴ്ചക്കാർ ആദ്യം സ്തംഭിച്ചിരുന്നു. പിന്നെ ആൺപിള്ളാർ മലക്കം മറിഞ്ഞ് ചിരിച്ചു. പെൺപിള്ളാർ കണ്ണുപൊത്തി ചിരിച്ചു. സാറന്മാർ തലയും കുത്തി നിന്ന് ചിരിച്ചു. ഞാനാകട്ടെ കൂട്ടുകാരും ഒരുമിച്ച് വെള്ളമടിച്ച് സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് ഭാര്യ മുന്നിൽ വന്നത് കണ്ട ഭർത്താവ് ഉദ്യോഗസ്ഥനെ പോലെ എന്തു ചെയ്യണമെന്നറിയാതെ അമ്പരന്നു നിന്നു. തത്സമയത്തിങ്കൽ ഹെഡ്മാഷ് അലറി, നിക്കറിടറാ, എടാ നിന്റെ ഹെഡ്മാഷാ പറയുന്നത്, നിക്കറിടറാ. ഞാൻ നിക്കറിട്ടു. എന്നിട്ട് എങ്ങോട്ടെന്നില്ലാതെ എന്തിനെന്നില്ലാതെ അന്തം വിട്ട് ഇറങ്ങി ഓടി ഉണ്ടയിട്ടു. അതിനുശേഷം അവൾ എന്നെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറി പോകാൻ തുടങ്ങി. എന്തു പറ്റിയോ ആവോ. ആ വർഷം അവൾ TC വാങ്ങി വേറെ ഏതോ സ്കൂളിലേക്ക് പോവുകയും ചെയ്തു. ഇനി ഒരു രഹസ്യം പറയാം. ഡ്രസ്സ് നഷ്ടമാകുന്നിടത്താണ് പ്രേമവും നഷ്ടമാകുന്നത്. നല്ലൊരു ഗുണപാഠ കഥയല്ലേ, നല്ലൊരു സന്ദേശമില്ലേ, അല്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.